ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന ഏറ്റവും വലിയ വാർത്ത തന്നെയാണ് ഈ നിമിഷത്തിൽ വന്നത്. വിനേഷ് കുഞ്ഞിരാമൻ കൂടി ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. വിനേഷ്, ഈ ടീമിനെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇതിൽ ഉറ്റുനോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വിനേഷ്? സന്തുലിതമായ ഒരു ടീം തന്നെയാണ് റോഷ്നി. വലിയ പ്രതീക്ഷയോടെ ഒരു യുവ സംഘം, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള യുവ സംഘം ഏഷ്യ കപ്പിന് വേണ്ടി തയ്യാറെടുക്കുന്നു. പ്രതിഭാ ധാരാളിത്തമുള്ള ഒരു വലിയ സംഘം. അതിൽ ആരെ തള്ളണം ആരെ കൊള്ളണം എന്നുള്ള ആശയക്കുഴപ്പം സെലക്ഷൻ കമ്മിറ്റിക്ക് തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. അജിത് അഗർക്കറിനായാലും പരിശീലകനായിട്ടുള്ള ഗൗതം ഗംഭീർ ആയാലും നായകനായിട്ടുള്ള സൂര്യകുമാർ യാദവിനായാലും എല്ലാവർക്കും ഇത്തരത്തിലുള്ളൊരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. ആരെയൊക്കെ ഉൾപ്പെടുത്തണം? കാരണം കഴിഞ്ഞ ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും എല്ലാമുള്ള 2020 പരമ്പരയിൽ ഇന്ത്യൻ സംഘം വളരെ മികച്ച ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ ആയാലും സഞ്ജു സാംസൺ ആയാലും ഓരോരുത്തരും കിട്ടിയ അവസരങ്ങൾ നല്ല രീതിയിൽ തന്നെ മുതലെടുക്കുന്നതും കണ്ടു. അപ്പോൾ ആരെയൊക്കെ അതിനുശേഷമാണ് IPL വന്നത്. IPL സായ് സുദർശൻ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു, അതുപോലെ ശ്രേയസ് അയ്യർ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. അപ്പോൾ ഇവരെയൊക്കെ ടീമിലേക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും? മറ്റാരും മോശം രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ കൂട്ടത്തിൽ എന്ന് പറയുന്നത് റിങ്കു സിംഗ് ആയിരുന്നു. റിങ്കു സിംഗിനെ മാത്രമാണ് ആ ഒരു കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അനൂപ് ഷൺമുഖനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അനൂപ്, നമ്മളെ നായകൻ ശുഭ്മൻ ഗില്ലായിരുന്നു ടെസ്റ്റ് ടീമിന്റെ ഒരു നായകൻ എന്ന് പറയുന്നത്. ഇവിടെ വരുമ്പോൾ സൂര്യകുമാർ യാദവാണ്. അപ്പോൾ 3 ഫോർമാറ്റിലും ടെസ്റ്റിലും ODIയിലും 2020യിലേക്കും ഒരേ നായകനിലേക്ക് പടിപടിയായി എത്തുക എന്നുള്ളതിന്റെ ആദ്യ ഒരു ചുവട് ശുഭ്മൻ ഗില്ലിനെ ടീമിലേക്ക് എടുക്കുന്നു. അതും ഉപനായക സ്ഥാനവും നൽകി. അങ്ങനെ ആ ഒരു രീതിയിൽ കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് ശുഭ്മാൻ ഗില്ലിൻ്റെ ഇൻക്ലൂഷനെ നമുക്ക് പറയാൻ കഴിയുക. കാരണം അല്ലാത്ത പക്ഷം സഞ്ജു സാംസണിനെയും അഭിഷേക് ശർമ്മ ആ ഒരു ജോഡിയെ അവർക്ക് പൊളിക്കേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. മറിച്ച് ഒരു സൂചനയാണിത്. സഞ്ജുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു അവസരമാണോ എന്നുള്ള തരത്തിലേക്കുള്ള രീതിയിലേക്ക് കൂടി നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. അതായത് സഞ്ജുവിന് ഈ ടീമിൽ അന്തിമ 11-ൽ ഇടം പിടിക്കുമോ എന്നുള്ള കാര്യം പോലും നമുക്കിപ്പോൾ സംശയമാണ്. വിമർശനങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഘട്ടമായിട്ട് കൂടിയാണോ സഞ്ജുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നൈസായിട്ട് ഒഴിവാക്കാനുള്ള നീക്കമാണോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. കാരണം ടീമിൽ വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മയെ കൊണ്ടുവരുന്നത് തന്നെ മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഓപ്പണിങ്ങിൽ അഭിഷേക് ശർമ്മ ശുഭ്മാൻ ഗിൽ കൂട്ടുകെട്ടിനെ പരീക്ഷിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ടീമിൽ സ്ഥാനം ഉറപ്പിക്കുന്നു ആദ്യം ശുഭ്മാൻ ഗിൽ. അതിനുശേഷം അദ്ദേഹത്തെ പടിപടിയായിട്ട് ഈ ടൂർണമെന്റിന് ശേഷം ഒരുപക്ഷെ സൂര്യക്ക് വിശ്രമം അനുവദിച്ചേക്കാം. സൂര്യ ടീമിൽ നിന്ന് തന്നെ മാറിയേക്കാം. 2020 നായകനായി കൂടി ശുഭ്മാൻ ഗിൽ വരുന്നു. പിന്നെ ബാക്കിയുള്ളത് ഏകദിന ടീമിന്റെ കാര്യമാണ്. രോഹിത് ശർമ്മ എത്ര നാൾ ടീമിലേക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. അടുത്ത പരമ്പര തന്നെ ആ രീതിയിൽ അവസാന ഒരു പരമ്പരയാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. രോഹിത് ശർമ്മയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും ഇനി എത്ര നാൾ ഇന്ത്യൻ സംഘത്തിൽ തുടരുമെന്നുള്ളത് നമുക്ക് സഞ്ജുവിന്റെ കാര്യത്തിലേക്ക് തന്നെ വീണ്ടും വരേണ്ടതുണ്ട്. സഞ്ജു സാംസൺ കഴിഞ്ഞ ബംഗ്ലാദേശിനെതിരെയും അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ഒക്കെ സെഞ്ചുറി പ്രകടനവുമായി ഇന്ത്യൻ സംഘത്തിന്റെ നെടുന്തൂണായി നിൽക്കുന്നു. ഓപ്പണിംഗിലേക്ക് വരുമ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അതിനുശേഷമാണ് IPL തുടങ്ങുന്നത്. IPL തുടങ്ങുമ്പോൾ പക്ഷേ സഞ്ജുവിന് അവിടെ വിനയായി വരുന്നത് അദ്ദേഹത്തിൻ്റെ പരിക്കാണ്. സഞ്ജുവിൻ്റെ പരിക്ക് ഈ ഒരു സീസൺ അത്ര മികച്ചതാണ് സഞ്ജുവിന് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനിടയിലാണ് വൈഭവ് സൂര്യവംശി എന്ന 13 വയസ്സുകാരൻ്റെ ആ ഒരു വരവ് വരുന്നത്. അതിനുശേഷമുള്ള സെഞ്ചുറി പ്രകടനം വരുന്നത്, അർദ്ധ സെഞ്ചുറി പ്രകടനം വരുന്നത്, വെടിക്കെട്ട് ബാറ്റിംഗ് വരുന്നു. അതിനുശേഷം ഇംഗ്ലണ്ടിലേക്ക് പര്യടനം നടത്തുന്നു വൈഭവ് സൂര്യവംശി. അവിടെയും നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ ഈ ചർച്ചയിൽ, ടീമിൻ്റെ സെലക്ഷൻ ചർച്ചയിൽ എവിടെയൊക്കെയോ വൈഭവിൻ്റെ പേര് കൂടി ഉയർന്നു കേട്ടിരുന്നു എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ അതായത് രാജസ്ഥാൻ ടീമിൻ്റെ നായകനായി ഇരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് സഞ്ജുവിന് അവിടെ ഓപ്പണിംഗ് സ്ഥാനം നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പൊസിഷൻ കഴിഞ്ഞ ടൂർണമെൻറ്റിലൊക്കെ കഴിഞ്ഞ പരമ്പരകളിലൊക്കെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചത് ഓപ്പണിംഗിലാണ്. പക്ഷേ ആ ഒരു ഓപ്പണിംഗ് സ്ഥാനം അവിടെ കിട്ടുമോ എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യമാണ്. ഓപ്പണിംഗ് ആണോ അല്ല ഇനി ടീമിൽ നിലനിർത്തി വിക്കറ്റ് കീപ്പർ ആക്കിക്കൊണ്ട് തന്നെ മധ്യനിരയിലേക്ക് ഇറക്കുമോ എന്നുള്ളൊരു കാര്യം. ഓപ്പണിങ്ങിൽ സഞ്ജുവിനെ പരീക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ മധ്യനിരയിൽ തന്നെയായിരിക്കും. 5-മോ 6-മോ ആയി വരാനാണ് സാധ്യത. കാരണം 3-ാം സ്ഥാനത്തേക്ക് വരുന്നത് തിലക് വർമ്മയായിരിക്കും. 4-ാം സ്ഥാനത്തേക്ക് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വരും. പിന്നീടുള്ള സ്ഥാനങ്ങൾ ഹാർദിക് പാണ്ഡ്യയും മറ്റുള്ളവരും പങ്കിട്ടെടുക്കുന്ന ഒരു കാഴ്ച. അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ അതിന് മുൻപ് ആയിട്ടായിരിക്കും സഞ്ജുവിനെ പരീക്ഷിക്കാനുള്ള സാഹചര്യം കാണുന്നത്. പക്ഷേ സഞ്ജുവിനെ ഏറ്റവും തിളങ്ങാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ അടുത്ത സമീപകാലത്തെ പരമ്പരകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും അത് ഓപ്പണിംഗ് സ്ഥാനം തന്നെയാണ്. കാരണം സഞ്ജുവിൻ്റെ സ്റ്റൈലിനനുസരിച്ച് കൂടുതൽ ആക്രമിച്ച് കളിക്കാനും കൂടുതൽ പന്തുകൾ നേടാനുമുള്ള ഒരു സാഹചര്യം കിട്ടുന്നു. നേരെ മറിച്ച് അവസാന സ്ഥാനത്തേക്ക് വരികയാണെങ്കിലും വലിയ പ്രഷറിൽ പറ്റി ചിലപ്പോൾ സ്കോർ ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം കൂടി നമ്മൾ പരിശോധിക്കേണ്ടത്, കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ സഞ്ജുവിൻ്റെ പ്രകടനം അത്ര മെച്ചമായിരുന്നില്ല എന്ന് കൂടി നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. വലിയൊരു സ്കോറിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. തൊട്ട് മുൻപ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2 സെഞ്ചുറി അദ്ദേഹം നേടിയിരുന്നു. അതിനു മുമ്പ് ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി നേടിയിരുന്നു. അതിനു മുമ്പ് നോക്കുകയാണെങ്കിൽ ശ്രീലങ്കയ്ക്കെതിരെ തുടരെ 2-0 പുറത്തായ താരമാണ് സഞ്ജു സാംസൺ. അവിടെ നിന്ന് വിശ്വാസം അർപ്പിച്ച് സൂര്യകുമാർ യാദവും
കോച്ചും നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്താണ് അദ്ദേഹം തുടർന്ന് ഇങ്ങോട്ട് മത്സരങ്ങൾ കളിച്ചതും അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ അത് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ അവസാന പരമ്പര നോക്കുകയാണെങ്കിൽ സഞ്ജുവിനെ സംബന്ധിച്ച് അത്രയും വലിയൊരു ക്ലെയിം മുന്നോട്ട് വെക്കാനില്ല എന്നതുകൂടി നമ്മൾ എടുത്തു പറയണം. ആ ഒരു സാഹചര്യത്തിൽ ആദ്യ മത്സരത്തിൽ ഒരുപക്ഷേ സഞ്ജു ശുഭ്മാൻ ഗില്ലിനെയും അഭിഷേക് ശർമ്മയും പരീക്ഷിക്കുകയും ആ ജോഡി ക്ലിക്കാവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള മത്സരങ്ങളിൽ സഞ്ജുവിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും നമുക്ക് പറയാൻ കഴിയില്ല. ടീമിൽ പഴയതുപോലെ അദ്ദേഹം ഒരു റിസർവ് ബെഞ്ചിൽ ഇറക്കേണ്ടി വരുമോ എന്ന തരത്തിലുള്ള ആശങ്കകൾ കൂടി ഈ ടീം പ്രഖ്യാപനം കഴിയുമ്പോൾ നമുക്ക് ആശങ്ക തോന്നുന്നുണ്ട് വിനേഷ്. ഏതായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സഞ്ജു സാംസന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ടീമിലേക്ക് വരികയാണെങ്കിൽ ഏതായാലും ഈ ഒരു സംഘം 15 സംഘത്തെ പ്രഖ്യാപിക്കുന്നു. അതിലിപ്പോൾ റിങ്കു സിംഗ് അടക്കമുള്ളവർ ടീമിലുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഫസ്റ്റ് ലെവലിലേക്ക് വരുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയില്ല. ഇപ്പോൾ